സെക്കൻഡ് ഹാഫിൽ യുണൈറ്റഡിന് എവിടെയാണ് പാളിയതെന്നും അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ യുണൈറ്റഡ് ടാക്ടിക്കലി ഫുൾഹാമിനെ എങ്ങനെ ഔട്ട് ക്ലാസ് ചെയ്തു എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ആസ് എ പ്ലെയർ ഡാലോട്ടിന്റെ എല്ലാ കുറവുകളും നികത്തിക്കൊണ്ടുള്ള ഒരു ഡിഫൻസീവ് സെറ്റപ്പ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ യുണൈറ്റഡിന് ഉണ്ടായിരുന്നുള്ളത്. ഓൺ ദ ബോൾ യുണൈറ്റഡിന്റെ ബാക്ക് ത്രീ എന്ന് പറയുന്നത് ഡാലോട്ട്, മഗ്യൂറെ ആൻഡ് മാർട്ടിനസ് ആയിരുന്നു. ഫുൾ ബാക്ക് ആയിട്ട് ഓവർലാപ്പ് ചെയ്തിരുന്നതും അതുപോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് മിഡ്ഫീൽഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതും ലൂക്ക് ഷോ ആയിരുന്നു. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഡാലോട്ട് ആസ് എ ഫുൾ ബാക്ക് എത്രമാത്രം യുണൈറ്റഡിനെ ഒരു ട്രാൻസിഷൻ വരുമ്പോൾ എക്സ്പോസ്ഡ് ആക്കുന്നു എന്നുള്ളത് കാരിക്കിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. മിഡ്ഫീൽഡിന്റെ കാര്യം പറയുമ്പോൾ കസമീറോ ഡിഫൻസിന്റെ തൊട്ട് മുന്നിൽ ഒരു ഷീൽഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ പൊസിഷണൽ അവയർനെസ് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ മൈനു ആണെങ്കിൽ ഒരു ബോൾ കാരിയർ ആയിട്ടാണ് ഇന്നലെ കസമീറോയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ആവശ്യമുള്ള സമയത്തെല്ലാം ലൂക്ക് ഷോ ആണെങ്കിലും മിഡ്ഫീൽഡിലോട്ട് ഇൻവേർട്ട് ചെയ്തിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വന്നപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഫുൾഹാമിന് യുണൈറ്റഡിന്റെ ഏരിയയിൽ ഹാഫ് സ്പേസിലൊന്നും ഒട്ടും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫ്രണ്ട് ഫോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രൂണോ ആണ് ഫുൾഹാമിന്റെ രണ്ട് പിവറ്റിനെയും പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നത്. സെലക്റ്റീവ് ആയിട്ടാണ് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നത്. എംബ്യൂമ പക്ഷേ അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ട് തന്നെ അവരെ സെന്റർ ബാക്സിനെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അമാദിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ഒരു എന്താ പറയുക, ടച്ച് ലൈൻ വിങ്ങർ ആയിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. കാര്യം ഡാലോട്ട് ഓവർലാപ്പ് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ ക്യുൻഹയുടെ കാര്യമാണ്, അവിടെയാണ് ഒരു മാസ്റ്റർ ക്ലാസ് എന്ന് പറയേണ്ടത്. കാര്യം പുള്ളി ഒത്തിരി ഇൻസൈഡ് ഫോർവേഡ് എന്നുള്ള രീതിയിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ക്യുൻഹയ്ക്ക് വേണ്ട വിടുത്ത് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നത് ലൂക്ക് ഷോ ആണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഫുൾഹാമിന്റെ സെൻട്രൽ ഏരിയയിൽ യുണൈറ്റഡിന്റെ 3 പ്ലേയേഴ്സ് വന്നു എന്നുള്ളതാണ്. ബ്രൂണോ, എംബ്യൂമോ അതുപോലെ തന്നെ ക്യുൻഹ. ഇവർ 3 പേരും ആ ഒരു ടെറിട്ടറി അത്യാവശ്യം നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കളിയുടെ ടെമ്പോ കൺട്രോൾ ചെയ്യുന്നു, സെക്കൻഡ് ബോൾസ് എല്ലാം വിൻ ചെയ്യുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഫുൾഹാമിനുള്ള ആകെയുള്ള ഒരു ഓപ്ഷൻ ലോങ് ബോൾസ് കളിക്കുക എന്നുള്ളത് മാത്രമാണ്. ഫസ്റ്റ് ഹാഫിൽ യുണൈറ്റഡിന് 2 ഗോൾ വരാൻ കാരണവും ഇവർ 3 പേരുടെയും കോർഡിനേഷനും പിന്നെ കസമീറയുടെ ഒരു ടൈംലി ഇന്റർവെൻഷനുമാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ യുണൈറ്റഡിന്റെ പഴയ ഇഷ്യൂസ് എല്ലാം അതുപോലെ തന്നെ കാണാൻ പറ്റി എന്നുള്ളതാണ്. കാര്യം ഒന്നാമത്തെ കാര്യം 2 സബ്സും പാളി. ഒന്ന് കസമീറയ്ക്ക് പകരം ഉഗാട്ടെ വന്നു. അതോടെ തന്നെ ഡിഫൻസിൽ ഒരുപാട് സ്പേസ് വന്നു എന്നുള്ളതാണ്. ഉഗാട്ടെ നല്ല എനർജി ഉള്ള പ്ലെയറാണ്, പക്ഷേ കസമീറോടെ പോലെ ഒരു പൊസിഷണൽ അവയർനെസ് ഉള്ള പ്ലെയർ അല്ല. പിന്നെ സെസ്കോന്റെ കാര്യം പറയുമ്പം കുൻഹുള്ള സമയത്ത് യുണൈറ്റഡ് ഒത്തിരി ഓർഗനൈസ്ഡ് ആയിട്ട് ഒരുമിച്ചായിരുന്നു യുണൈറ്റഡിന്റെ ഫ്രണ്ട് ഫോർ ഫുൾഹാമിനെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ സെസ്കോ വന്നതോടുകൂടി ആ പാറ്റേൺ മാറി എന്നുള്ളതാണ്. പല ആളുകളും പല സമയത്തായിട്ട് പ്രസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ചുരുക്കി പറയുകയാണെങ്കിൽ യുണൈറ്റഡിന്റെ സ്ട്രക്ചർ ഈ 2 സബ്സും വന്നതോടുകൂടി പോയി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ 2 ഫുൾ ബാക്സും ഡാലോ ആണെങ്കിലും അതുപോലെ തന്നെ ലൂക്ക് ഷോ ആണെങ്കിലും കയറി കളിക്കാൻ തുടങ്ങി. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. ഗെയിം കൺട്രോൾ ചെയ്യേണ്ട സമയത്ത് അവർ രണ്ടുപേരും കയറി കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മഗ്യൂർ ഐസൊലേറ്റഡ് ആയി. ഫുൾഹാം പുള്ളിക്കാരനെ അത്യാവശ്യം നന്നായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ക്രോസുകൾ ഇട്ടിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് ബോൾ വിൻ ചെയ്തിട്ടും. ഗൈസ്, കണ്ടന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു യുണൈറ്റഡ് ഫാന് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഫോളോ ദ പേജ്. താങ്ക് യു ഗൈസ്.